സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ആവേശ കാഴ്ചകളിൽ നമ്മൾ ഏറ്റവും കണ്ടത് വിമാനത്തിൽ നിന്ന് ക്യാബിൻ ക്രൂ സമസ്ത സമ്മേളനത്തിന് പുറപ്പെടുന്ന ആളുകൾക്ക് അഭിവാദ്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാബിൻ ക്രൂ മെസ്സേജ് നൽകിയ ഒരു സന്ദേശം ഇന്ന് വൈറലാണ്. ആ അംഗങ്ങൾ ഇതാ എനിക്ക് പിറകിൽ UAE-യിൽ നിന്ന് 150 പ്രവാസികൾ അവർ വീട്ടിലേക്ക് പോകാതെ ഫ്ലൈറ്റിൽ നേരെ കുണിയയിലേക്ക് പുറപ്പെട്ട ഒരു സംഘം എൻ്റെ പിറകിലുണ്ട്. UAE-യിലെ സമസ്തയുടെ കരുത്തും UAE-യിലെ സമസ്തയുടെ ആവേശവുമായിട്ടുള്ള പ്രവർത്തകരാണ്. നിങ്ങൾ എപ്പോഴാണ് പുറപ്പെട്ടത്? എങ്ങനെയൊക്കെയാണ്? എത്ര പേരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അസ്സലാമു അലൈക്കും. ഞങ്ങൾ 150 ആളുകൾ 3 ഫ്ലൈറ്റുകളായിട്ടാണ് റാസൽ ഖൈമയിൽ നിന്നും അബുദാബിയിൽ നിന്നും 3 ഫ്ലൈറ്റുകളിലായിട്ട് ഇന്ന് കരിപ്പൂർ എയർപോർട്ടിൽ രാവിലെ ഇറങ്ങി അവിടുന്ന് ഇങ്ങോട്ട് എത്തിയതാണ്. UAE-യിൽ നിന്ന് ഏകദേശം 470ഓളം ആളുകൾ നമ്മളെ ക്യാമ്പിൽ മാത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1500ഓളം ആളുകൾ നമ്മുടെ നാളെ സമ്മേളനത്തിലേക്കായിട്ടും എത്തുന്നുണ്ട്. ഇന്ന് 150 ആളുകളാണ് ഇന്നത്തെ ഫ്ലൈറ്റിൽ 3 ഫ്ലൈറ്റുകളായി ഒരുമിച്ച് 3 ബസ്സിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 3 ബസ്സുകളിലായിട്ട് ഇവിടേക്ക് പുറപ്പെട്ടു. 3 ബസ്സിലായിട്ട് ഈ UAE-യിൽ ഇരുന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നോ? കാരണം നമ്മളിവിടെ ഇങ്ങനെ അലകടലിൽ തീർക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൻ്റെ ഒരു തുടക്കമാകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചരണോദ്ഘാടന സമ്മേളനം നടത്താൻ സമസ്ത UAE-ക്കാണ് അതിന് അവസരം തന്നത്. അത് ഞങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും UAE-യുടെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, സാധാരണഗതിയിൽ സമസ്തയുടെ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടക്കും. ഇപ്പോൾ UAE-യിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ നമ്മൾക്ക് അത് കാണാനുള്ള ആഗ്രഹം വരുന്നത് പോലെ ഈ നമ്മളൊക്കെ മലയാളികളും കേരളീയരും സമസ്തയുടെ യഥാർത്ഥ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെ ഒരു പ്രവാസികൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ആദിയും ഒരു സന്തോഷവും ഒരു ആഗ്രഹമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഏകദേശം മാസങ്ങളോളമായി ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളിൽ പല ആളുകൾക്കും ഇന്നലെ വരെ അവർക്ക് ജോലിയുടെ സംബന്ധമായിട്ട് എത്തിപ്പെടാൻ പറ്റാതെ അവർ വിളിച്ച് കരയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കൂടെ ഇന്ന് വരാൻ ആഗ്രഹിച്ച് ടിക്കറ്റ് വരെ എടുത്ത ചില ആളുകൾ അവർക്ക് ഇന്നത്തെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട്. അവരൊക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ അവർ വിളിച്ച് കരയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളമായി ഞങ്ങൾ ഈ കുണിയിലേക്കുള്ള യാത്രക്കായി ഒരുങ്ങി അതിനുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. ഏതായിരുന്നാലും ഇവർ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ച. ഏറ്റവും